+1 ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ 6 ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ നെയിം ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് ജിംപ്. ജിംപ് എന്നത് ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെന്നുള്ളത് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് നോക്കാം. ദ സോഫ്റ്റ്വെയർ യൂസ് ഫോർ എഡിറ്റിംഗ് ഓർ മാനിപ്പുലേറ്റിംഗ് ഓഫ് എൻ ഇമേജ് ഓർ എ ഗ്രാഫിക്. അതായത് ഒരു ഇമേജിനെ എഡിറ്റ് ചെയ്യാനും അതല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറെയാണ് പൊതുവെ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ജിംപ് എന്നുള്ളത്. ജിംപ് നമുക്ക് ഉബുണ്ടു OSലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ജിംപിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇഗ്നോ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് ജിംപ് പോലുള്ള ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളുടെ യൂസസ് എന്തെല്ലാം എന്ന് നോക്കാം. ഫസ്റ്റ് യൂസ് പറയുന്നത് റീസൈസിങ്, ക്രോപ്പിംഗ്, കളറിംഗ്, കമ്പൈനിങ് ആൻഡ് ഓൾട്ടറിങ് ഡിജിറ്റൽ ഇമേജസ്. അതായത് ഡിജിറ്റൽ ചിത്രങ്ങളെ നമുക്ക് റീസൈസ് ചെയ്യാനും അതിനെ ക്രോപ്പ് ചെയ്യാനും അതിന് വേണ്ട കളറിംഗ് കൊടുക്കാനും അതുപോലെ കമ്പൈനിങ്ങും ഓൾട്ടറിങ് ഒക്കെ ചെയ്യാമെന്നുള്ളത് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു യൂസാണ്. ഇത് മാത്രമല്ല, നമുക്ക് ഒരു ഇമേജ് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ജിംപിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജിന് എന്തെങ്കിലും സ്ക്രാച്ചസ് മീൻസ് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവോ അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രാച്ചസും റിങ്കിൾസും അതുപോലെ ഡേർട്ട് ഇംപെർഫെക്ഷൻസൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ റിമൂവ് ചെയ്യാൻ കഴിയും. നമ്മളൊക്കെ കയ്യിൽ ഇപ്പോൾ ഒരു ഓൾഡ് പിക്ചേഴ്സൊക്കെ ഉണ്ടാവും, നമ്മുടെ ചൈൽഡ്ഹുഡ് ഫോട്ടോസൊക്കെ ഉള്ള പിക്ചേഴ്സ് ഉണ്ടാവും, പാരൻസിൻ്റെ ആണെങ്കിൽ വെഡ്ഡിങ് ഫോട്ടോസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ എന്ന് വെച്ചാൽ എന്തായാലും ഒരുപാട് സ്ക്രാച്ചസും റിങ്കിൾസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ നമുക്ക് ജിംപിൾ എന്നുള്ള ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആ ഒരു പിക്ചർ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് ആവശ്യമായിട്ടുള്ള ടൂൾ ഉപയോഗിച്ച് നമുക്കതെല്ലാം റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് ഷാർപ്പൻ ഓർ ബ്ലർ ഇമേജസിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ബ്ലർ ചെയ്യാനും ഷാർപ്പൻ ചെയ്യാനും കഴിയുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് റൊട്ടേറ്റ് ഓർ ഫ്ലിപ്പ് ഇമേജുകളെ റൊട്ടേറ്റ് ചെയ്യാനും അതിനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. കൺവേർഷൻ ഫ്രം വൺ ഇമേജ് ഫോമാറ്റ് ടു അനദർ. അതായത് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇമേജ് ഫോമാറ്റിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു ഇമേജ് ഫോമാറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനും ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ സഹായിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇമേജ് എഡിറ്റേഴ്സ്. ഇത്തരത്തിലുള്ള ഇമേജ് എഡിറ്ററുകളെ 3 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ രാസ്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ, സെക്കൻഡ് വൺ വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ, തേർഡ് വൺ 3D മോഡലേഴ്സ്. രാസ്റ്റർ ഗ്രാഫിക്സും വെക്റ്റർ ഗ്രാഫിക്സും ഒക്കെ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുണ്ടായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ ഇങ്ക്സ്കേപ്പ് എന്നുള്ള ചാപ്റ്ററിൽ. ഒരു രാസ്റ്റർ ഗ്രാഫിക് എഡിറ്ററും വെക്റ്റർ ഗ്രാഫിക് എഡിറ്ററും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ 3 ടൈപ്സ് ഇമേജ് എഡിറ്റേഴ്സാണുള്ളത്. ഒന്ന് രാസ്റ്റർ, സെക്കൻഡ് വൺ വെക്റ്റർ, തേർഡ് വൺ 3D മോഡലേഴ്സ്. രാസ്റ്റർ ഗ്രാഫിക് എഡിറ്റേഴ്സിന് എക്സാമ്പിൾ പറയുന്നത് ജിംപ്, ഫോട്ടോഷോപ്പ്, ജീതം, ഇമേജ് വ്യൂവർ എന്നുള്ളതാണ്. നെക്സ്റ്റ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റേഴ്സിന് പറയുന്നത് അഡോബ് ഇല്ലുസ്ട്രേറ്റർ, കോറൽ ഡ്രോ, ഇങ്ക്സ്കേപ്പ് എന്നുള്ള സോഫ്റ്റ്വെയർസ്. ഇതിൽ ഇങ്ക്സ്കേപ്പ് 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. തേർഡ് വൺ 3D മോഡലേഴ്സ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് 3D സ്റ്റുഡിയോ മാക്സും ആനിമേഷൻ മാസ്റ്റർ K3D എന്നുള്ള സോഫ്റ്റ്വെയർസാണ്. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, കമ്പാരിസൺ ബിറ്റ്വീൻ രാസ്റ്റർ ആൻഡ് വെക്റ്റർ ഇമേജസ്. രാസ്റ്റർ ഇമേജ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പിക്സൽ. ഒരുപാട് പിക്സൽസാൽ നിർമ്മിതമായതാണ് രാസ്റ്റർ ഇമേജ് എന്ന് പറയുന്നത്. പിക്സൽ എന്ന് വെച്ചാൽ ടൈനി ഇമേജ് മീൻസ് ടൈനി ബോക്സസ് ഫോംഡ് ഓൺ ദ ഇമേജ്. അതായത് ഒരു ഇമേജ് നമ്മൾ സൂം ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ബോക്സ് ആയിട്ട് കാണും. ഈ രാസ്റ്റർ ഇമേജുകൾ നമ്മൾ സൂം ചെയ്യുമ്പോൾ ചെറിയ ബോക്സേഴ്സ് ആയിട്ട് കാണാം. ആ ഒരു ബോക്സസിനെയാണ് നമ്മൾ പിക്സൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെക്റ്റർ ഇമേജ് ഇസ് ക്രിയേറ്റഡ് മാത്തമാറ്റിക്കലി യൂസിങ് ഫോർമുലാസ്. വെക്റ്റർ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് കുറച്ച് ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്, നോട്ട് ബൈ പിക്സൽസ്. ഓക്കെ, ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത് അതാണ്. നെക്സ്റ്റ് ക്വാളിറ്റി ഓഫ് രാസ്റ്റർ ഇമേജസ് ഡിക്രീസസ് ആസ് ദേ ആർ സ്കെയിൽഡ്. വെക്റ്റർ ഇമേജസ് ക്യാൻ ബി സ്കെയിൽഡ് ടു എനി സൈസ് വിതൗട്ട് ലോസിങ് ക്വാളിറ്റി ഓഫ് ഇമേജ്. ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ് രാസ്റ്ററും വെക്റ്ററും തമ്മിൽ. രാസ്റ്റർ ഇമേജ് നമ്മൾ സൂം ചെയ്യുമ്പോൾ, അതായത് ജിംപിലൊക്കെ ചെയ്ത് വെച്ചിട്ട് ചിത്രം എന്ന് പറയുന്നത് രാസ്റ്റർ ഇമേജാണ്. അതിൽ നമ്മൾ സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി ഡിക്രീസ് ചെയ്ത് വരികയാണ്, കുറഞ്ഞു വരും. സൂം മീൻസ് സ്കെയിൽ ചെയ്യുക എന്ന് പറയും. നെക്സ്റ്റ് വെക്റ്റർ ഇമേജസിനെ നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൂം ചെയ്യുമ്പോൾ ഏതൊരു സൈസിലേക്ക് നമ്മൾ സൂം ചെയ്താലും അതിൻ്റെ ക്ലാരിറ്റി ഒരിക്കലും ലോസ് ആവുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് രാസ്റ്റർ ഇമേജസ് കേപ്പബിൾ ഓഫ് ഡിസ്പ്ലേയിങ് എനി കളർ. രാസ്റ്റർ ഇമേജസ് നമുക്ക് ഏത് കളർ ഡിസ്പ്ലേ ചെയ്യാൻ, ഏത് കളറിൽ നമുക്കതിനെ ഡിസ്പ്ലേ ചെയ്ത്
കിട്ടുന്നതാണ്. വെക്റ്റർ ഇമേജസ് ഡു നോട്ട് പെർമിറ്റ് കളർ എഡിറ്റിംഗ് ടു ദ എക്സ്റ്റെൻഡ് ആസ് പോസിബിൾ വിത്ത് റാസ്റ്റർ ഇമേജസ്. റാസ്റ്റർ ഇമേജ് പോലെ നമുക്ക് വെക്റ്റർ ഇമേജസിന് കളർ എഡിറ്റിംഗ് ഒന്നും പെർമിസിബിൾ അല്ല. കളർ എഡിറ്റിംഗ് ചെയ്യാനൊന്നും നമുക്ക് വെക്റ്റർ ഇമേജിൽ സാധ്യമല്ല. നെക്സ്റ്റ് പറയുന്നത് റാസ്റ്റർ ഇമേജസ് ആ ഓഫൺ ലാർജ് ഫയൽ, വളരെ സൈസ് കൂടിയിട്ടുള്ള ഫയലാണ് റാസ്റ്റർ ഇമേജ് എന്ന് പറയുന്നത്. എന്നാൽ വെക്റ്റർ ഇമേജ് റിലേറ്റീവ്ലി വളരെ സ്മോളർ ഇൻ സൈസാണ്. ഓക്കെ, നെക്സ്റ്റ് റാസ്റ്റർ ഇമേജസ് ആർ യൂസ്ഡ് ഇൻ വെബ് ആൻഡ് പ്രിൻറ്റ്. നമ്മൾ വെബിലും പ്രിൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന റാസ്റ്റർ ഇമേജുകളാണ്. വെക്റ്റർ ഇമേജസ് ആർ കൺവേർട്ടഡ് ടു റാസ്റ്റർ ഇമേജസ് ബിഫോർ ദേ ആർ യൂസ് ഫോർ വെബ് ആൻഡ് പ്രിൻറ്റിംഗ്. വെബിലേക്കും പ്രിൻറ്റിങ്ങിലേക്കും യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു വെക്റ്റർ ഇമേജിൽ നമ്മൾ ആദ്യം റാസ്റ്റർ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനൊരു കമ്പാരിസൺ നന്നായി മനസ്സിലാക്കുക. ഫസ്റ്റ് പറയുന്നത് റാസ്റ്റർ ഇമേജ് പിക്സൽസാൽ നിർമ്മിതമായതാണ്. വെക്റ്റർ ഇമേജ് എന്ന് പറയുന്നത് യൂസിങ് ഫോമുലാസ് ഉപയോഗിച്ചിട്ടാണ് അതിന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് അതിൻ്റെ ഒരു പിക്ചർ ക്ലാരിറ്റിയാണ്. റാസ്റ്റർ പിക്ചർ എന്ന് പറയുന്നത് സൂം ചെയ്യുന്നതിനനുസരിച്ച് ക്ലാരിറ്റി നഷ്ടപ്പെടും. വെക്റ്റർ ഇമേജിൽ അത്തരം ഒരു ക്ലാരിറ്റി ലോസ് ഒന്നും ഇല്ല. ദെൻ പറയുന്നത് റാസ്റ്റർ ഇമേജസ് ആർ കേപ്പബിൾ ഓഫ് എനി കളർ എഡിറ്റിംഗ്. വെക്റ്റർ ഇമേജ് ഡു നോട്ട് പെർമിറ്റ് കളർ എഡിറ്റിംഗ്. റാസ്റ്റർ ഇമേജസിന് ലാർജ് സൈസായിരിക്കും, വെക്റ്റർ ഇമേജസിന് സ്മോളർ സൈസായിരിക്കും. Raster images are used in web and print, and vector images are converted to raster images before they are used for web and printing. അപ്പോൾ ആ ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ജിംപിൻ്റെ ഫുൾ ഫോം പറഞ്ഞു. ഇഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ആണെന്ന്. An application suitable for tasks such as retouching of photographs, composing and authoring images. ഇമേജുകളെ റീടച്ച് ചെയ്യാനും അതിനെ കമ്പോസ് ചെയ്യാനും അതിനെ ഓർഡർ ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ന ജിംബ് എന്നുള്ള സോഫ്റ്റ്വെയർ. ജിംബിലെ ഫീച്ചേഴ്സാണ് നെക്സ്റ്റ് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ജിംബ് എന്ന് പറയുന്നതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. ഫുൾ സ്യൂട്ട് ഓഫ് പെയിൻറ്റിംഗ് ടൂൾസ് ഇൻക്ലൂഡിങ് ബ്രഷേഴ്സ്, പെൻസിൽ, എയർ ബ്രഷ്, ക്ലോണിംഗ് എക്സെട്ര. അതായത് പെയിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടൂളുകളും അടങ്ങിയിട്ടുള്ളൊരു കംപ്ലീറ്റ് സ്യൂട്ട് നമുക്ക് ജിംബിൽ അവൈലബിൾ ആണ്. അതിൽ ബ്രഷസും പെൻസിൽസും എയർ ബ്രഷും ക്ലോണിങ്ങും എല്ലാം ഉണ്ട്. നെക്സ്റ്റ് മൾട്ടിപ്പിൾ അൺഡു ഓർ റെഡോ. അതായത് നമ്മളൊരു ചെയ്ത ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തു ജിംബിൽ, മീൻസ് കളറിങ്ങോ ഡ്രോയിങ്ങോ ചെയ്തു, അതിനുശേഷം നമ്മളതിനെ ആ ഒരു നമുക്കത് ചെയ്യണ്ട ബാക്ക് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാനായിട്ടുള്ള നമ്മൾ അൺഡു എന്ന് പറയാം. ദെൻ നമ്മൾ വീണ്ടും ബാക്കിലേക്ക് പോയതിനു ശേഷം ഇതിലും ബെറ്റർ നമ്മൾ മുമ്പ് ചെയ്തതാണ്, നമ്മൾ ശേഷം ചെയ്തതാണെന്ന് തോന്നുന്നത് നമുക്ക് റെഡു ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള അൺഡു റെഡു ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ സെലക്ഷൻ ടൂൾസ് ഇൻക്ലൂഡിങ് റെക്റ്റാങ്കിൾ, എലിപ്സ്, ഫ്രീ, ഫസി എക്സെട്ര. അതായത് നമുക്കൊരുപാട് സെലക്ഷൻ ടൂൾസ് അവൈലബിൾ ആണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു ഷേപ്പിൽ നമുക്കൊരു ഇമേജിനെ ഇൻക്ലൂഡ് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മൾക്ക് റെക്റ്റാങ്കിളായിട്ടും എലിപ്സായിട്ടും ഫ്രീ, ഫസി സെലക്ട് ആയിട്ടൊക്കെ നമുക്ക് ഡ്രോ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനായിട്ടുള്ള സെലക്ഷൻ ടൂൾസ് നമുക്ക് ജിംബിൽ അവൈലബിൾ ആണ്. ദെൻ ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് ഇൻക്ലൂഡിങ് റൊട്ടേറ്റ്, സ്കെയിൽ, ഷിയർ ആൻഡ് ഫ്ലിപ്പ്. അതായത് ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് ആയിട്ടുള്ള റൊട്ടേറ്റ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും ഷിയർ ചെയ്യാനും ഫ്ലിപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ടൂൾസും അവൈലബിൾ ആണ്. ദെൻ ഇറ്റ് സപ്പോസ് മൾട്ടിപ്പിൾ ലെയർ ഫെസിലിറ്റിയും നമുക്ക് ജിംബിൽ അവൈലബിൾ ആണ്. അതായത് ഓരോ പിക്ചർ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും അതിനൊക്കെ നമുക്ക് ഓരോ ലെയറുകളിൽ നമുക്കതിനെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ അത്രയും മൾട്ടിപ്പിൾ ലെയർ ഫെസിലിറ്റി ആയിട്ട് നമുക്ക് ജിംബിൽ അവൈലബിൾ ആണ്. ദെൻ ഇറ്റ് സപ്പോർട്ട് ഫയൽ ഫോമാറ്റ് ലൈക്ക് GIF, JPEG, PNG, TIFF ആൻഡ് BMP. അതായത് ഏതൊരു ഫയൽ ഫോമാറ്റിലേക്കും നമുക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഫയൽ ഫോമാറ്റുകൾ നമുക്ക് ജിംബിൽ അവൈലബിൾ ആണ്. ജിഫും JPEG, PNG ഒക്കെ പോലുള്ള ഫോമാറ്റുകൾ. ദെൻ അഡ്വാൻസ് സ്ക്രിപ്റ്റിംഗ് കേപ്പബിലിറ്റിയും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് മനസ്സിലാക്കാം. നമുക്ക് ഒരുപാട് പെയിൻറ്റിംഗ് ടൂൾസ് അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ അൺഡു റെഡോ ഓപ്ഷൻസ് ഉണ്ട്, സെലക്ഷൻ ടൂൾസ് ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് ഉണ്ട്, മൾട്ടി ലെയർ ഫെസിലിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ഫയൽ ഫോമാറ്റ് സ്യൂട്ടബിൾ ആണ്. ദെൻ സ്ക്രിപ്റ്റിംഗ് കേപ്പബിലിറ്റീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്യാൻവാസ് ക്രിയേഷൻ. ജിംബിൽ എങ്ങനെയാണ് നമ്മൾ ഡ്രോ ചെയ്യാനൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ടു ക്രിയേറ്റ് എ ന്യൂ ക്യാൻവാസ് ക്ലിക്ക് ഓൺ ന്യൂ ഇൻ ഫയൽ മെനു. അതായത് ഫയലിൽ ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സ്യൂട്ടബിൾ ക്യാൻവാസ് സൈസ് നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ ക്ലിക്ക് ഓക്കെ. ദെൻ നമ്മൾ സേവ് ചെയ്യുന്നതും നമ്മളൊരു ന്യൂ ഫയൽ ക്യാൻവാസ് എടുക്കുന്നതും സേവ് ചെയ്യുന്നതെല്ലാം ഫയൽ എന്നുള്ള മെനുവിലാണ്.
ന്യൂ ക്യാൻവാസ് എടുക്കാൻ ഫയൽ ന്യൂ എടുക്കുക, ക്യാൻവാസ് സൈസ് സെലക്ട് ചെയ്യുക, ഓക്കെ ചെയ്യുക. നമുക്ക് സേവ് ചെയ്യാൻ നമ്മൾ എല്ലാ സോഫ്റ്റ്വെയറും ചെയ്യുന്ന പോലെ തന്നെ ഫയൽ സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആ ഒരു ഇമേജിനെ സേവ് ചെയ്യാം. ഇപ്പോൾ ജിംപിലൊരു ഇമേജ് നമ്മൾ ഒരു പ്രൊജക്റ്റ് നമ്മൾ സേവ് ചെയ്യുമ്പോൾ .xcf എന്നുള്ള ഫോമാറ്റിലാണ് സേവ് ചെയ്യപ്പെടുക. .xcf എന്ന് പറയുന്നാൽ എക്സ്പെരിമെൻ്റൽ കോമ്പാക്റ്റ് ഫെസിലിറ്റി. അപ്പോൾ ഒന്ന് ഫുൾ നെയിം ഓർക്കുക. XCF എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ കോമ്പാക്റ്റ് ഫെസിലിറ്റി. ഓക്കെ, ദെൻ ജിംപിലുള്ള സെലക്ഷൻ ടൂൾസും ട്രാൻസ്ഫോം ടൂൾസാണ് ദെൻ പറയുന്നത്. നമ്മൾ പറഞ്ഞു ജിംപിൽ ഒരുപാട് സെലക്ഷൻ ടൂളുകൾ നമുക്ക് അവൈലബിൾ ആണ്. റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യാനും എലിപ്സ് ഡ്രോ ചെയ്യാനും ഫ്രീ സെലക്ട് ആയിട്ടുള്ള ടൂളും സിസേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അതായത് റൊട്ടേറ്റ് ചെയ്യാനും ക്രോപ്പ് ചെയ്യാനും മൂവ് ചെയ്യാനൊക്കെ ഉള്ള. അപ്പോൾ അതൊന്ന് നോക്കാം. സെലക്ഷൻ ടൂൾസ് എന്താണെന്ന് വെച്ചാൽ ദേ ആർ ഡിസൈൻ ടു സെലക്ട് റീജൻസ് ഫ്രം ദ ആക്റ്റീവ് ലെയർ സോ ദാറ്റ് വി ക്യാൻ വർക്ക് ഓൺ ദം without affecting the unselected layers. These tools can be accessed using the menu, tools, selection tools or from the toolbox. The different selection tools available in GIMP are rectangle select, ellipse select, free select, foreground select, fuzzy select, bicolor select, intelligent scissors. അതായത് സെലക്ഷൻ ടൂൾസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ നമ്മൾ പറഞ്ഞു ജിംപിൽ മൾട്ടി ലെയർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതായത് നമ്മൾ ജിംപിൽ ഓരോ പിക്ചറുകൾ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ അതിനൊക്കെ ഓരോ കറസ്പോണ്ടിങ് ലെയർ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് ഏത് പിക്ചറാണോ അതിൻ്റെ ലെയറാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ സെലക്ഷൻ ടൂൾസ് എന്താണെന്ന് വെച്ചാൽ ദേ ആർ ഡിസൈൻ ടു സെലക്ട് റീജൻസ് ഫ്രം ദ ആക്ട്. അതായത് ഏത് ഇമേജിനെയാണോ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഇമേജിൻ്റെ ലെയറാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ റെക്റ്റാങ്കിൾ സെലക്ട് എന്നുള്ള ടൂളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ലെയറിൻ്റെ ആ ഒരു ഏരിയയിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ സെലക്ട് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യാൻ കഴിയും. ദെൻ നമ്മൾ ആ ഒരു ഏരിയയിൽ മാത്രം അവിടെ എഡിറ്റിംഗ് നമുക്ക് ചെയ്യാൻ കഴിയും വിത്തൗട്ട് എഫക്റ്റിംഗ് ദ അൺസെലക്റ്റഡ് ഏരിയ. നമ്മൾ സെലക്ട് ചെയ്യാത്ത ഏരിയയെ എഫക്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് എഡിറ്റിംഗ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ റെക്റ്റാങ്കിൾ സെലക്റ്റും എലിപ്സ് സെലക്റ്റും ഫ്രീ സെലക്റ്റും ഫോർഗ്രൗണ്ട് സെലക്റ്റും ഫസി സെലക്റ്റും കളർ സെലക്റ്റും ഇൻ്റലിജൻസ് സിസേഴ്സൊക്കെ ആവശ്യാനുസരണം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡി ഒന്നും വേണ്ട. നമ്മളിങ്ങനെ ജസ്റ്റ് എന്താണ് സെലക്ഷൻ ടൂൾസും അതുപോലെ അത് ഏതൊരു പേർപ്പസിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫോം ടൂൾസാണ്. ട്രാൻസ്ഫോം ടൂൾസ് ചേഞ്ച് ദ സൈസ്, പൊസിഷൻ ആൻഡ് ആംഗിൾ ഓഫ് ദ ഇമേജ്. These tools are available in the toolbox. The different transform tool available in GIMP are align, move, crop, rotate, scale, shear and flip. ഇപ്പോൾ ട്രാൻസ്ഫോം ടൂൾസ് എന്താ പറയുന്നത്? നമ്മളൊരു ഇമേജിൻ്റെ സൈസും പൊസിഷനും ആംഗിളും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോം ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൂൾസ് എന്നുള്ള മെനുവിൽ നിന്നും ട്രാൻസ്ഫോം ടൂൾസ് എടുക്കാം. അതല്ലെങ്കിൽ ടൂൾ ബോക്സ് ലെഫ്റ്റ് സൈഡിലുള്ള ജിംപ് ഓപ്പൺ ചെയ്ത് കിട്ടുന്ന ആ ഒരു ടൂൾ ബോക്സിൽ നിന്നും നമുക്ക് ട്രാൻസ്ഫോം ടൂൾസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അലൈൻ എന്നുള്ള ടൂൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഇമേജിൻ്റെ അലൈൻമെൻറ്റിനെയാണ് എഫക്റ്റ് ചെയ്യുക. ഇമേജിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. മൂവ് ടൂൾ ഉപയോഗിച്ച് നമുക്കൊരു ഇമേജിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് ആ ഒരു ഇമേജിൻ്റെ സൈസ് ക്രോപ്പ് ചെയ്തെടുക്കാം. ദെൻ റൊട്ടേറ്റ് ടൂൾ ഉപയോഗിച്ച് ആ ഒരു ഇമേജിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. ദെൻ സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ഇമേജിനെ എൻലാർജ് ചെയ്യാനും അതുപോലെ അതിന് സൈസ് സ്മോൾ ആക്കാനൊക്കെ കഴിയുന്നതാണ്. ദെൻ ഷിയർ, ഫ്ലിപ്പ് എന്നുള്ള ടൂളും നമ്മളിതുപോലെ ആവശ്യാനുസരണം യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് സെലക്ഷൻ ടൂൾസും ട്രാൻസ്ഫോം ടൂൾസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ജിംപ് എന്താണെന്നുള്ളത് നോക്കണം. ദെൻ റാസ്റ്റർ ആൻഡ് വെക്ടർ ഇമേജസും അതിൻ്റെ എക്സാമ്പിൾസും ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിനി സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ക്ലാസിഫൈ ദി ഫോളോയിങ് സോഫ്റ്റ്വെയർ ആൻഡ് ഗീവ് സ്യൂട്ടബിൾ ഹെഡിങ്സ്. കോറൽ ഡ്രോ, ജിംപ്, ഫോട്ടോഷോപ്പ്, ഇങ്ക്സ്കേപ്പ്, 3D സ്റ്റുഡിയോ, മാക്സ്. അപ്പോൾ നമ്മൾ 3 ടൈപ്സ് ഓഫ് ഗ്രാഫിക് എഡിറ്റേഴ്സ് പഠിച്ചു. വെക്റ്റർ ഗ്രാഫിക് എഡിറ്റർ, റാസ്റ്റർ ഗ്രാഫിക് എഡിറ്റർ ആൻഡ് 3D മോഡലേഴ്സ്. ഇപ്പോൾ നമ്മൾ 3 ഹെഡിങ് കൊടുത്തിട്ട് ഒരു 3 ടേബിളാക്കിയിട്ട് നമുക്ക് ഡ്രോ ചെയ്യാം. ദെൻ റാസ്റ്റർ ഗ്രാഫിക് എഡിറ്റേഴ്സിന് താഴെ നമ്മളിവിടെ ഏതാ സെലക്ട് ചെയ്യേണ്ടത്? ജിംപും ഫോട്ടോഷോപ്പുമാണ്. ദെൻ വെക്റ്റർ ഗ്രാഫിക് എഡിറ്റേഴ്സിന് താഴെയായിട്ട് നമുക്ക് കോറൽ ഡ്രോയും ഇങ്ക്സ്കേപ്പും കൊടുക്കാം. ദെൻ 3D മോഡലേഴ്സിന് താഴെയായിട്ട് 3D സ്റ്റുഡിയോ മാക്സും കൊടുക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട് ഓരോ ഗ്രാഫിക് എഡിറ്റേഴ്സിനും കേട്ടോ. ജിംപും ഫോട്ടോഷോപ്പും തമ്പ്യൂറൊക്കെ റാസ്റ്ററിലാണ് വരുന്നത്. റാസ്റ്ററിൻ്റെ ഒരു മെയിൻ ഡിഫറൻസ് നമ്മൾ വെക്ടർ വെച്ചിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചല്ലോ. സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി ലോസ് ആവുന്നുള്ളത്. എന്നാൽ വെക്ടറിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, നമുക്ക് എത്രയും സൂം ചെയ്യാം.
അപ്പോൾ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസാണ് അഡോബ് ഇല്ലുസ്ട്രേറ്ററും കോറൽ ഡ്രോയും ഇങ്ക്സ്കേപ്പ് ഒക്കെ. ദെൻ 3D മോഡലേഴ്സ് 3D സ്റ്റുഡിയോ മാക്സും ആനിമേഷൻ മാസ്റ്ററും K3D. അപ്പോൾ എക്സാമ്പിൾസ് ശരിക്കും മനസ്സിലാക്കുക. ദെൻ വരുന്നത് കമ്പയർ ആൻഡ് രാസ്റ്റർ ആൻഡ് വെക്റ്റർ ഗ്രാഫിക്സ്. അത് നമ്മൾ ടേബിളേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഫീച്ചേഴ്സ് ഓഫ് ജിംപിൽ ചെയ്യാൻ കഴിയുന്ന ഫീച്ചറുകളൊക്കെ നമുക്ക് പറഞ്ഞെടുക്കാം. മീൻസ് പൊസിഷൻ ചേഞ്ച് ചെയ്യാം, അതുപോലെ പെയിൻറ്റിങ് ടൂൾസ് ഉണ്ട്, മൾട്ടിപ്പിൾ അൺഡു റെഡോ ടൂൾസ് ഉണ്ട്. ദെൻ അതിലുള്ള സെലക്ഷൻ ടൂൾസും ട്രാൻസ്ഫോം ടൂൾസും, അതുപോലെ മൾട്ടിപ്പിൾ ലെയർ ഫെസിലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന കാര്യവും ഫയൽ ഫോമാറ്റ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യമൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. ദെൻ 5 സെലക്ഷൻ ടൂൾസ് ഇൻ ജിംപിലുള്ള ഏതെങ്കിലും 5 സെലക്ഷൻ ടൂൾസാണ്. ഇപ്പോൾ റെക്റ്റാങ്കിൾ സെലക്റ്റും എലിപ്സ് സെലക്റ്റും ഫ്രീ സെലക്റ്റും ഈ ടൂൾസൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. ദെൻ ലാസ്റ്റ് ഏതെങ്കിലും 3 ട്രാൻസ്ഫോം ടൂൾസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അലൈനും മൂവും ക്രോപ്പും ടൂളൊക്കെ എഴുതാം, അതിൻ്റെയൊക്കെ പേർപ്പസ് എന്താണെന്നുള്ളതും കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്.